നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 45, സൃഷ്ടിരചന. പവിത്ര അഥർവവേദത്തിൽ സൃഷ്ടിയുടെ തെളിവ്. അഥർവവേദം കാണ്ഡം നമ്പർ 4, അനുവാദം നമ്പർ 1, മന്ത്രം നമ്പർ 1. ബ്രഹ്മ ജഗ്യാനം പ്രഥമം പുരസ്താദ് വിസീമത സുരുചോ വേൻ ആവഹ स बुधन्या उपमा अस्य विष्ठाः सतश्च योनिं सतश्च विवः ब्रह्मा जज्ञानं प्रथमं पुरस्तात् विसिमत सुरुच वेन आवहस्य बुधन्याः उपमा अस्य विष्ठाः सता च योनिं असता च विवः. വിവർത്തനം. പ്രഥമം പ്രാചീനം, അതായത് സനാതനം. ബ്രഹ്മ പരമാത്മ, ജ പ്രത്യക്ഷപ്പെട്ടിട്ട്, ജ്ഞാനം തന്റെ ബുദ്ധിക്കനുസരിച്ച്, പുരസ്താദ് ശാഖയിൽ, അതായത് സത്ലോകം മുതലായവയിൽ, സുരുച സ്വന്തം ഇഷ്ടത്താൽ വളരെ ശ്രദ്ധയോടെ സ്വയം പ്രകാശിക്കുന്നു, വിസിമത അതിരില്ലാതെ, അതായത് വിശാലമായി മറ്റു ലോകങ്ങളിലും, വേന നെയ്ത്തുകാരൻ വസ്ത്രത്തിൽ ഊടും പാവും നെയ്യും പോലെ, ആവ സുരക്ഷിതമാക്കി, ച സ ആ പൂർണ്ണ ബ്രഹ്മമാണ് എല്ലാ സൃഷ്ടിയും ചെയ്യുന്നത്, അസ്യ അതുകൊണ്ട് അതിനെ, ബുദ്ന്യ യഥാർത്ഥ യജമാനൻ, യോനിം മൂലസ്ഥാനം സത്യലോകത്തിൽ സൃഷ്ടിച്ചു, അസ്യ ഇതു, ഉപമ പോലെ, അതായത് അതാണോ ഇതെന്ന പോലെ, സത അക്ഷരപുരുഷ അതായത് പരബ്രഹ്മത്തിന്റെ ലോകം കുറച്ച് സ്ഥായി, ചി അസ്ത ക്ഷരപുരുഷന്റെ അസ്ഥായി ലോകം മുതലായ വിവ താമസ സ്ഥലം വ്യത്യസ്ത രൂപത്തിൽ വിഷയം സ്ഥാപിച്ചിരിക്കുന്നു. ഭാവാർത്ഥം. പവിത്രവേദങ്ങൾ പറയുന്ന ബ്രഹ്മ കാലൻ പറയുകയാണ്, എന്തെന്നാൽ സനാതന പരമേശ്വർ സ്വയം അനാമി ലോകത്തിൽ നിന്ന് സത്യലോകത്ത് പ്രത്യക്ഷപ്പെട്ട് തന്റെ ബുദ്ധിക്കനുസരിച്ച് വസ്ത്രം നെയ്യുന്നത് പോലെ സൃഷ്ടികൾ ചെയ്ത് സത്ലോകം മുതലായവയിൽ അതിരില്ലാതെ സ്വയം പ്രകാശിച്ച് ഒരിക്കലും നശിക്കാത്തതായി മരിക്കാത്തതായി തീരുന്നു. താഴെ പരബ്രഹ്മത്തിന്റെ 7 സംഘ ബ്രഹ്മാണ്ടവും ബ്രഹ്മിന്റെ 21 ബ്രഹ്മാണ്ടങ്ങളും, ഇതിൽ ചെറുതിലും ചെറുതായ സൃഷ്ടിയും ആ പരമാത്മാവ് അസ്ഥായി സ്ഥിരമല്ലാത്തതാക്കിയിരിക്കുന്നു. പ്രാർത്ഥന. പ്രിയ വായനക്കാരെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന ചിത്രത്തിലെ ലോകങ്ങളിൽ സീമകളുടെ അതിരുകൾ കണ്ടാൽ മനസ്സിൽ ഒരു ശങ്ക ഉണ്ടാകുന്നതാണ്. കാരണം വേദങ്ങളിൽ എഴുതിയിരിക്കുന്നത് സീമകൾ ഇല്ല എന്നാണ്. അതുകൊണ്ട് ചിത്രങ്ങൾ ശരിയല്ല. സീമകളില്ലാത്ത ലോകം ഒന്നു മാത്രമേ ഉണ്ടാകുവാൻ സാധ്യമുള്ളൂ. അന്യലോകങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും സീമകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ സ്പഷ്ടമായി പറയുന്നു, പരമാത്മാവിന്റെ ലീല അത്ഭുതമാണ്. അദ്ദേഹം അനാമി ലോകം കൂടാതെ അന്യലോകങ്ങളുടെ വിസ്താരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ ഇദ്ദേഹത്തിന്റെ പരിധി, വ്യാപ്തി സീമകളില്ലാത്തതാണ്. അഥർവവേദത്തിലെ കാണ്ഡം നമ്പർ 4, അനുവാക നമ്പർ 1, മന്ത്രം നമ്പർ 2. ഇയം പിത്രയ രാഷ്ട്രീയത്വഗ്രേ പ്രഥമായ ജനുഷേ ഭുവനേഷ്ഠ തസ്മാ ഏതാൻ സുരുചൻ ഹനാർമഹയം ഘർമൻ ശ്രീനന്തു പ്രഥമായ ധാസ്യവേ. വിവർത്തനം. ഇയം ഈ പിത്ര ജഗത് പിതാ പരമേശ്വർ, എതു ഈ ആഗ്രേ സർവോത്തമം, പ്രഥമായ ആദ്യമായി മായാപരാനന്ദിനി, രാഷ്ട്രീ രാജേശ്വരി ശക്തി അതായത് പരാശക്തി, ഉദാഹരണമായി ആകർഷണ ശക്തി എന്നും പറയുന്നു. ജനുഷെ ഉൽപാദനം നടത്തി, ഭുവനേഷ്ഠ ലോകം സ്ഥാപിച്ചു, തസ്മാ ആ പരമേശ്വരൻ, സുരുജം വളരെ താൽപര്യത്തോടെ സ്വതന്ത്രമായി, യഥം ഈ പ്രഥമായ ആദ്യ ഉൽപാദന ശക്തി അതായത് പരാശക്തിയിൽ കൂടി, ഹർമഹ്യം ഒന്നിൽ നിന്ന് മറ്റൊന്നിന്റെ വേർപാട് തടയുന്നതിന്, അതായത് ആകർഷണ ശക്തിയെ, ക്ഷീണാന്തു ഗുരുത്വാകർഷണത്തെ പരമാത്മാവ് ആജ്ഞ നൽകി എപ്പോഴും നിലനിൽക്കാനായി, ഒരിക്കലും അവസാനിക്കാതിരിക്കാനായി, ധർമ്മം സ്വഭാവത്തെ, ധാന്യവ്യെ ധരിച്ചുകൊണ്ട് വസ്ത്രത്തിൽ ഊടും പാവും ഇഴ നെയ്യുന്നത് പോലെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഭാവാർത്ഥം. ജഗത് പിതാവായ പരമേശ്വരൻ തന്റെ ശബ്ദശക്തി കൊണ്ട് രാഷ്ട്രീ അതായത് ആദ്യമായി രാജേശ്വരിയെ ഉൽപ്പാദിപ്പിച്ചു. ആ പരാശക്തിയിൽ കൂടി ഒന്ന് മറ്റൊന്നിന്റെ ആകർഷണ ശക്തിയെ ഒരിക്കലും തടയാനോ അവസാനിപ്പിക്കാനോ ഉള്ള ഗുണങ്ങളോടുകൂടിയ എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും സ്ഥാപിച്ചു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 47, സൃഷ്ടിരചന. അഥർവവേദം കാണ്ഡം നമ്പർ 4,
അനുവാകം നമ്പർ 1, മന്ത്രം നമ്പർ 3. പ്രയോ ജഗ്യേ വിദ്വാനസ്യ ബന്ധുർവിശ്വാ ദേവാനാ ജനിമാ വിവക്തി ബ്രഹ്മ ബ്രഹ്മൺ ഉജ്ജഭാർ മധ്യാന്നി ചേരുച്ചേഹ സ്വധാ അഭിപ്രതസ്ഥ. വിവർത്തനം: സർവപ്രഥമം ദേവനാമ, ദേവതകളും ബ്രഹ്മാണ്ടങ്ങളും, ജജ്ഞേ ഉൽപ്പത്തിയുടെ അറിവ്, വിദ്യാനസ്യേ ഭക്തന്റെ ജിജ്ഞാസ, യാ ഏതോന്നോ, ബന്ധു യഥാർത്ഥ മിത്രം അതായത് പൂർണ്ണ പരമാത്മാവാണ് തന്റെ സ്വന്തം ദാസന്, ജനിമ തന്നാൽ സൃഷ്ടിക്കപ്പെട്ട, വിവക്ത സ്വയം തന്നെ എല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്, ഭ്രമണ പൂർണ്ണ പരമാത്മാവ്, മധ്യ തന്റെ മധ്യത്തിൽ അതായത് ശബ്ദശക്തി കൊണ്ട്, ബ്രഹ്മ ക്ഷരപുരുഷൻ അതായത് കാലനെ, ഉജ്ജബാർ ഉൽപ്പാദിപ്പിച്ച്, വിശ്വ ലോകമെമ്പാടും അതായത് സർവലോകത്തും, ഉച്ചേ മുകളിൽ സത്യലോകം മുതലായ, നീച്ചേ താഴെ പരബ്രഹ്മിന്റെ എല്ലാ ബ്രഹ്മാണ്ടവും, സ്വധ തന്റെ ധാരണയനുസരിച്ച്, അഭി ആകർഷണ ശക്തിയോടെ, പദസ്തേന രണ്ടിനെയും നന്നായി നിലനിർത്തുന്നു. ഭാവാർത്ഥം: പൂർണ്ണ പരമാത്മാവ് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയുടെ അറിവും എല്ലാ ആത്മാക്കളുടെ ഉൽപ്പത്തിയുടെ അറിവും തന്റെ സ്വന്തം ദാസന്, ഭക്തന് ശരിയായി പറഞ്ഞു കൊടുക്കുന്നു. എന്തെന്നാൽ പൂർണ്ണ പരമാത്മാവ് തന്റെ മധ്യത്തിൽ അതായത് തന്റെ ശരീരം കൊണ്ട്, തന്റെ ശബ്ദശക്തി കൊണ്ട് ക്ഷരപുരുഷനെ, കാലനെ ഉൽപ്പാദിപ്പിച്ചു. എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും മുകളിൽ സത്ലോക, അലകലോക, അഗമലോക, അനാമിലോക മുതലായതും, താഴെ പരബ്രഹ്മിന്റെ 7 സംഘ് ബ്രഹ്മാണ്ടവും, ബ്രഹ്മിന്റെ 21 ബ്രഹ്മാണ്ടങ്ങളും തന്റെ ധാരണയനുസരിച്ച് ആകർഷണ ശക്തിയാൽ നിലനിർത്തിയിരിക്കുന്നു. പൂർണ്ണ പരമാത്മാ കബീർ പരമേശ്വർ കബീർദേവ് തന്റെ സ്വന്തം സേവകന് അതായത് മിത്രം ശ്രീ ധർമ്മദാസ് ജി, ബഹുമാന്യനായ ഗരീബ് ദാസ് ജി മുതലായവർക്ക് താൻ മുഖാന്തരം സൃഷ്ടിച്ച അറിവ് സ്വയം പറഞ്ഞുകൊടുത്തു. മുകളിൽ ഉദ്ധരിച്ച വേദമന്ത്രങ്ങളും ഇതാണ് സമർത്ഥിക്കുന്നത്. അഥർവവേദം കാണ്ഡം നമ്പർ 4, അനുവാകം നമ്പർ 1, മന്ത്രം നമ്പർ 4. സ ഹി ദിവാ സഹ പൃഥിവ്യാ ഋതസ്ഥാ മഹി ക്ഷേമ രോത്സി അസ്കഭായത് മഹാൻ മഹി അസ്കഭായത് വിജാതോദ്യ സ പാർത്ഥിവൻ ചരജ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 48, സൃഷ്ടിരചന. വിവർത്തനം: സ ആ സർവശക്തിമാനായ പരമാത്മാവ്, ഹി നിസന്ദേഹം, ദിവ മുകളിലത്തെ 4 ദിവ്യലോകങ്ങളും അതായത് സത്യലോക, അലകലോകം, അഗമലോകം, അനാമി അതായത് അകഹലോക അതായത് ദിവ്യഗുണയുക്ത ലോകങ്ങൾ, ഹൃദസ്ഥ സത്യം സ്ഥിരമായി അതായത് അജർ അമർ രൂപത്തിൽ സ്ഥിരപ്പെടുത്തി, സ അതുപോലെ, പൃഥ്വ്യ താഴെ ഭൂമി പോലെ സർവലോകങ്ങളും, ഉദാഹരണമായി പരബ്രഹ്മത്തിന്റെ 7 സംഘവും, ബ്രഹ്മ കാലന്റെ 21 ബ്രഹ്മാണ്ട, മഹി പൃഥ്വി ഭൂമിയുടെ തത്വത്തിൽ ക്ഷേമം സുരക്ഷയോടുകൂടി, അസ്കഭായത നിലനിർത്തി, രോദസി ആകാശ തത്വവും ഭൂമി തത്വവും രണ്ടും കൂടി മുകളിലും താഴെയുമുള്ള ബ്രഹ്മാണ്ടങ്ങളെ, അതായത് ആകാശം ഒരു സൂക്ഷ്മ തത്വമാണ്, ആകാശത്തിന്റെ ഗുണം ശബ്ദമാകുന്നു. പൂർണ്ണ പരമാത്മാവ് മുകളിലത്തെ ലോകം ശബ്ദരൂപത്തിൽ സൃഷ്ടിച്ചു, അത് തേജോപുഞ്ചമയമായി ഉണ്ടാക്കി. താഴെയുള്ള പരബ്രഹ്മി അക്ഷരപുരുഷന്റെ 7 സംഘ് ബ്രഹ്മാണ്ടവും, ക്ഷരപുരുഷന്റെ 21 ബ്രഹ്മാണ്ടങ്ങളും ഭൂമിയുടെ തത്വത്തിൽ അസ്ഥായിയായി സ്ഥിരമല്ലാത്തതായി സൃഷ്ടിച്ചു. മഹാൻ പൂർണ്ണ പരമാത്മാവ് പാർത്ഥിവം ഭൂമിയിലെ, വി ഭിന്ന ഭിന്ന, ധാമ ലോകം, യ സദം ആവാസസ്ഥലം, മഹി ഭൂമിയുടെ തത്വത്തിൽ, രജ ഓരോ ബ്രഹ്മാണ്ടത്തിലും ചെറിയ ചെറിയ ലോകങ്ങളും, ജാത രചിച്ചിട്ട് അസ്കഭായത സ്ഥിരപ്പെടുത്തി. ഭാവാർത്ഥം: മുകളിലുള്ള 4 ലോകങ്ങളും സത്യലോകം, അലകലോകം, അഗമലോകം, അനാമിലോകം ഇത് ഒരിക്കലും നശിക്കാത്ത സ്ഥായിയായ അതായത് അവിനാശിയായി രചിച്ചു സൃഷ്ടിച്ചു. താഴെയുള്ള ബ്രഹ്മിന്റെ ലോകങ്ങളെയും അസ്ഥിരമായി സ്ഥിരമല്ലാത്തതായി സൃഷ്ടിച്ചു. കൂടെ ചെറിയ ചെറിയ ലോകങ്ങളും ആ പരമേശ്വരൻ സൃഷ്ടിച്ചിട്ട് സ്ഥിരപ്പെടുത്തി. അഥർവവേദം കാണ്ഡം നമ്പർ 4, അനുവാദം നമ്പർ 1, മന്ത്രം നമ്പർ 5. സ ബുദ്ധ്യാദാഷ്ട്ര ജനുഷോഭ്യഗ്രൻ ബൃഹസ്പതിർദേവതാ തസ്യ സമ്രാട് അഹര്യത് ശുക്രൻ ജ്യോതിഷോ ജനിഷ്ഠാത് ദ്യുമന്തോ വി വസന്തു വിപ്രാധ. വിവർത്തനം: സ അത്
ബുദ്ധ്യാത മൂലയജമാനനോട് അഭിയഗ്രം സർവപ്രഥമമായ സ്ഥാനത്ത് അഷ്ടാംഗി മായാദുർഗ അതായത് പ്രകൃതി ദേവി ജനുഷേ ഉണ്ടായി. എന്തുകൊണ്ടെന്നാൽ താഴെയുള്ള പരബ്രഹ്മിന്റെയും ബ്രഹ്മിന്റെ ലോകത്തിലെ പ്രഥമ സ്ഥാനം സത്ലോകമാകുന്നു. ഇതിനെ മൂന്നാമത്തെ ഇരിപ്പിടമെന്നും പറയുന്നു. തസ്യ ഈ ദുർഗയുടെയും യജമാനൻ, ഈ സാമ്രാട്ട് രാജാതിരാജൻ ബൃഹസ്പതി, ഏറ്റവും വലിയ പതിയും ജഗത് ഗുരുവുമായ ദേവത പരമേശ്വരനാകുന്നു. യത് അതുകൊണ്ട് അഹ എല്ലാവരുടെയും വേർപാടുണ്ടായി. അതാ അതിനുശേഷം ജ്യോതിഷ ജ്യോതിരൂപനായ നിരഞ്ജൻ അതായത് കാലന്റെ ശുക്രവീര്യം അതായത് വീര്യശക്തി ശുക്ലം കൊണ്ട് ജനിഷ ദുർഗയുടെ ഉദരത്തിൽ നിന്ന് ഉണ്ടായ വിപ്ര ഭക്തരായ ആത്മാക്കൾ വേർപെട്ട ദ്യുമന്ത മനുഷ്യലോകവും സ്വർഗലോകത്തിലും ജ്യോതി നിരഞ്ജന്റെ ആജ്ഞ അനുസരിച്ച് ദുർഗ പറഞ്ഞു, വസന്തു വസിച്ചുകൊള്ളൂ. അങ്ങനെ അവർ വസിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 49, സൃഷ്ടിരചന. ഭാവാർത്ഥം: പൂർണ്ണ പരമാത്മാവ് മുകളിലുള്ള 4 ലോകങ്ങളിലും നിന്ന് താഴെയുള്ള ഏറ്റവും ആദ്യത്തെ അതായത് സത്യലോകത്തിൽ അഷ്ട്ര അതായത് അഷ്ടാംഗി പ്രകൃതി ദേവി ദുർഗയുടെ ഉൽപ്പത്തിയുണ്ടായി. ഈ രാജാതിരാജൻ ജഗദ്ഗുരു പൂർണ്ണ പരമേശ്വരൻ സത്പുരുഷ ആകുന്നു. ഇദ്ദേഹത്തിൽ നിന്നാണ് നാം എല്ലാവരുടെയും വിയോഗം വേർപാടും ഉണ്ടായത്. പിന്നീട് എല്ലാ പ്രാണികളും ജ്യോതി നിരഞ്ജന്റെ കാല വീര്യം ബീജം കൊണ്ട് ദുർഗ ആഷ്ട്രയുടെ ഗർഭത്തിൽ കൂടി ഉത്ഭവിച്ചത്. പിന്നീട് സ്വർഗലോകത്തും ഭൂമിയിലും താമസിക്കാൻ തുടങ്ങി. അഥർവവേദം കാണ്ഡം നമ്പർ 4, അനുവാദം നമ്പർ 1, മന്ത്രം 6. നൂനം തദസ്യ കാവ്യോ ഹിനോതി മഹോ ദേവസ്യ പൂർവ്യസ്യ ധാം ഏഷ് ജഗേ ബഹുഭ്യഃ സാക്നിത്ഥാ പൂർവേ അർദ്ധേ വിശിതേ സസന്നു. വിവർത്തനം: ന്യൂനം നിസന്ദേഹം തത് ആ പൂർണ്ണ പരമേശ്വരൻ അതായത് തത് ബ്രഹ്മം. അസ്യ ഈ കാവ്യ ഭക്ത ആത്മാ അതായത് പൂർണ്ണ പരമേശ്വരന്റെ വിധിപ്രകാരം ആര് ചെയ്യുന്നുവോ മഹാ സർവശക്തിമാൻ ദേവസ്യ പരമേശ്വരന്റെ പൂർവസ്യ ആദ്യത്തെ ദാമം ലോകത്തിൽ അതായത് സത്യലോകത്തിൽ ഹിനോതി അയക്കുന്നു പൂർവേ ആദ്യത്തെ വിശിത വിശേഷമായി ആഗ്രഹിച്ച ഏഷ ഈ പരമേശ്വരന്റെ ജന്തോ സൃഷ്ടി ഉൽപ്പത്തിയുടെ അറിവിനെ അറിഞ്ഞുകൊണ്ട് ബഹുബി വളരെ സന്തോഷം സാഘം തോടെ അർദ്ധേ പകുതി ബസൻ ഉറങ്ങി ഇതാ വിധിപ്രകാരം ഇങ്ങനെ ന്യൂ യഥാർത്ഥ ആത്മാവിനെ സ്തുതിക്കുന്നു. ഭാവാർത്ഥം: ആ പൂർണ്ണ പരമേശ്വരൻ സത്യസന്ധമായി പൂജ ചെയ്യുന്ന ഭക്തനെ ആദ്യത്തെ സ്ഥാനമായ സത്യലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. എവിടെ നിന്നാണോ വേർപെട്ടു വരുന്നത് അവിടെ നിന്നും സത്യലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആ യഥാർത്ഥ സുഖം മാത്രം പ്രദാനം ചെയ്യുന്ന പ്രഭുവിനെ പ്രാപിച്ച് ആത്മാവ് വളരെ സന്തോഷത്തോടെ സുഖമായി സ്തുതി ചെയ്യുന്നു. അതായത് അല്ലയോ പരമാത്മാ, അനേകായിരം ജന്മമരണങ്ങളാൽ അലഞ്ഞ് യഥാർത്ഥമായ ഒരു വാസം കിട്ടി. ഇതിന് തെളിവ് പവിത്ര ഹൃഗേദ മണ്ഡൽ 10 സൂക്തം 90 മന്ത്രം 16 ബഹുമാന്യനായ ഗരീബ് ദാസ്ജിക്ക് ഇങ്ങനെ പൂർണ്ണ പരമാത്മാവ് കബീർ പരമേശ്വരൻ സ്വയം സത്യഭക്തി പ്രദാനം ചെയ്ത് സത്യലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അപ്പോൾ തന്റെ അമൃതവാണിയിൽ ആദരണീയനായ ഗരീബ് ദാസ്ജി മഹാരാജ് അദ്ദേഹത്തിന്റെ കണ്ണുകളാൽ ദർശിച്ചിട്ട് വിവരിക്കുന്നു. ഗരീബ് അജബ് നഗർ മേ ലേ ഗയേ ഹംകോ സദ്ഗുരു ആൻ ഝിൽകെ ബിംബഗാദ് ഗതി സുതേ ചാദർ താൻ. അഥർവവേദം കാണ്ഡം നമ്പർ 4 അനുവാദ് നമ്പർ 1 മന്ത്രം 7. യോഥർവാണ പിത്തരൻ ദേവ് ബന്ധു ബൃഹസ്പതി നംസാവ് ച ഗച്ഛാ ത്വം വിശ്വേശാൻ ജനിത യഥാസ കവിർദേവോ ന ദഭായത് സ്വധാവാൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 50, സൃഷ്ടിരചന. വിവർത്തനം: യാ ഏതൊന്ന്, അഥർവാണം അജലം അതായത് അവിനാശി, പിതരം ജഗത് പിതാവ്, ദേവബന്ധു ഭക്തരുടെ വാസ്വാമിത്രം അതായത് ആത്മാവിന്റെ ആധാരം, ബൃഹസ്പതി ജഗദ്ഗുരു ച നമസ വിനമ്രനായ പൂജാരി അതായത് വിധിപ്രകാരമുള്ള ഭക്തൻ, അവ സുരക്ഷയോട് കൂടി, ഗച്ഛാത് സത്യലോകത്തിൽ പോയവർ,
സത്യലോകത്തിലേക്ക് കൊണ്ടുപോകുന്നവർ. വിശേഷവും സർവ ബ്രഹ്മാണ്ടങ്ങളിലും ജനിത സൃഷ്ടിക്കുന്ന ജഗദംബ, അതായത് മാതാവിൻ്റെതുപോലെയുള്ള ഗുണത്തോടു കൂടിയത്. നദഭായത്, കാലനെ പോലും വഞ്ചിക്കാത്തവൻ. സ്വധാവാൻ, സ്വഭാവം അതുപോലെ, അതായത് എങ്ങനെയോ അങ്ങനെ. സാ, അത്. ത്വം, താങ്കൾ. കവിർദേവ, കവിർദേവനാകുന്നു, അതായത് ഭാഷാ വ്യത്യസ്തം. ഇത് കബീർ പരമേശ്വർ കൂടി പറയുന്നു. ഭാവാർത്ഥം ഈ മന്ത്രത്തിൽ ഇതും കൂടി സ്പഷ്ടമാക്കിയിരിക്കുന്നു. എന്തെന്നാൽ ആ പരമേശ്വരന്റെ പേര് കവിർദേവ്, അതായത് കബീർ പരമേശ്വരൻ എന്നാകുന്നു. അദ്ദേഹമാണ് സർവ സൃഷ്ടിയും ചെയ്തത്. ഏതൊരു പരമേശ്വരനാണോ അജലനും യഥാർത്ഥത്തിൽ അവിനാശിയുമാകുന്നുവോ, ഗീതാധ്യായം 15 ശ്ലോകം 1617 തെളിവുണ്ട്. ജഗദ്ഗുരു ആത്മാധാർ ആരാണോ പരിപൂർണ മുക്തനായി സത്യലോകത്തിലേക്ക് പോയോ അദ്ദേഹത്തിനെ സത്യലോകത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ, സർവ ബ്രഹ്മാണ്ടങ്ങളുടെയും രചനാകാരൻ, സൃഷ്ടികർത്താവ്. കാല ബ്രഹ്മനെ പോലെ വഞ്ചിക്കാത്ത. എങ്ങനെയാണോ അങ്ങനെ അത് സ്വയം കവിർദേവ്, അതായത് കബീർ പ്രഭുവാണ്. ഈ പരമേശ്വർ സർവ ബ്രഹ്മാണ്ടങ്ങളെയും പ്രാണികളെയും തന്റെ ശബ്ദശക്തിയാൽ ഉൽപ്പാദിപ്പിച്ച ജനിപ്പിച്ചതു കാരണത്താൽ ജനിതാ മാതാവെന്നും പറയുന്നു. പിതരം പിതാവും ബന്ധു ബന്ധുവും വാസ്തവത്തിൽ അദ്ദേഹമാണ്. ദേവ്, ഇതാണ് പരമേശ്വരൻ. അതുകൊണ്ട് ഈ കബീർദേവ് കബീർ പരമേശ്വരനെ സ്തുതിക്കുന്നു. ത്വമേവേ മാതാ ച പിതാ ത്വമേവേ ബന്ധു ച സഖാ ത്വമേവേ ത്വമേവേ വിദ്യാ ചന്ദ്രവീണം ത്വമവേ സർവ മമ ദേവ ദേവ. ഈ പരമേശ്വരന്റെ മഹിമ പവിത്ര ഋഗ്വേദ മണ്ഡലം നമ്പർ 1 സൂക്തം നമ്പർ 24 വിസ്തൃതമായി വിവരിച്ചിട്ടുണ്ട്. പവിത്ര ഋഗ്വേദത്തിൽ സൃഷ്ടിരചനയുടെ തെളിവ്. ഋഗ്വേദം മണ്ഡൽ 10 സൂക്തം 90 മന്ത്രം 1. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സ ഭൂമിം വിശ്വതോ വദ്വാത്യ തിഷ്ഠത് ദശാങ്കുലം. വിവർത്തനം. പുരുഷ വിരാട് രൂപകാല ഭഗവാൻ, അതായത് ക്ഷരപുരുഷൻ. സഹസ്രശീർഷ 1000 തലയുള്ള. സഹസ്രാക്ഷ 1000 കണ്ണുള്ള. സഹസ്രാപാത് 1000 കാലുള്ള. സ അകാലൻ ഭൂമി ഭൂമിയാകുന്ന. 21 ബ്രഹ്മാണ്ടങ്ങളെ വിശ്വത എല്ലാ ഭാഗത്തു നിന്നും ദശകുലം 10 അങ്കുലീയങ്ങൾ കൊണ്ട്, അതായത് പൂർണ്ണ രൂപത്തിൽ അധീനതയിലാക്കിയിരിക്കുന്നു. വൃത്വ ഗോളാകാരത്താൽ ചുറ്റപ്പെട്ട. അത്യാധിഷ്ഠിത് ഇതുകൊണ്ട് വലുതാക്കി, അതായത് തന്റെ കാലലോകത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട 21 ബ്രഹ്മാണ്ടങ്ങളിൽ തങ്ങുന്നു, അതായത് വസിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 51. സൃഷ്ടിരചന. ഭാവാർത്ഥം ഈ മന്ത്രത്തിൽ വിരാട് കാലൻ ബ്രഹ്മിന്റെ വർണ്ണനയാണ്. ഗീതാ അധ്യായം 10 ശ്ലോകം 11 ഈ കാല ബ്രഹ്മിന്റെ ഇങ്ങനെ തന്നെ വർണ്ണിച്ചിരിക്കുന്നു. അധ്യായം 11 ശ്ലോകം 46 അർജുനൻ പറയുന്നു, അല്ലയോ സഹസ്രബാഹു, അതായത് 1000 കൈകളോട് കൂടിയവനെ, താങ്കൾ താങ്കളുടെ ചതുർഭുജ രൂപത്തിൽ ദർശനം തന്നാലും. ആർക്കാണോ 1000 കൈകൾ, കാലുകൾ, കണ്ണുകൾ, ചെവികൾ എന്നിവയുണ്ടോ ആ വിരാട് രൂപിയായ കാലപ്രഭു തന്റെ അധീനതയിൽ എല്ലാ പ്രാണികളെയും വശത്താക്കി, അതായത് 20 ബ്രഹ്മാണ്ടങ്ങളെയും ഗോളാകാര പരിധിയിൽ നിർത്തിയിട്ട് സ്വയം മുകളിൽ വേറെ 21ാമത്തെ ബ്രഹ്മാണ്ടത്തിൽ ഇരിക്കുന്നു. ഋഗ്വേദം മണ്ഡൽ 10 സൂക്തം 90 മന്ത്രം 2. പുരുഷ് ഏവേദാൻ സർവം യദ്ഭൂതം യച്ഛ ഭാവ്യം ഉത്താമൃതത്വശേഷാനോ യദന്യനാതിരോഹതി. വിവർത്തനം. ഏവ ഈ വിധത്തിൽ ശരിയായി പുരുഷ ഭഗവാനാകുന്നു ആ അക്ഷര പുരുഷൻ, അതായത് പരബ്രഹ്മമാകുന്നു. ച ഇതം ഈ യത് ഏതൊന്ന്. ഭാഷ്യം ഭാവിയിലുണ്ടാകും. സർവം എല്ലാ. യത് പ്രയത്നം കൊണ്ട്, അതായത് പരിശ്രമത്തിൽ കൂടി. അന്നേ അന്നം കൊണ്ട്. അതിരോഹതി വികസിക്കുന്നു. ഈ അക്ഷര പുരുഷനും ഉത് സംശയത്തോടെ അമൃതത്വസ്യ മോക്ഷത്തിന്റെ ഇശാൻ സ്വാമിയാണ്. അതായത് ഭഗവാൻ അക്ഷരപുരുഷനും കുറച്ച് ശരിയായാണ്, എന്നാൽ മോക്ഷദായകൻ, മോക്ഷം നൽകുന്നവൻ അല്ല. ഭാവാർത്ഥം ഈ മന്ത്രത്തിൽ പരബ്രം അക്ഷരപുരുഷന്റെ വിവരണമാണ്. ഏതൊരാണാണോ കുറച്ച് ഭഗവാന്റെ ലക്ഷണയുക്തനാണോ, എന്നാൽ
അദ്ദേഹത്തെ ഭജിക്കുന്നത് കൊണ്ട് മോക്ഷം കിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സന്ദേഹയുക്ത സംശയത്തോടെ മുക്തിദാതാവെന്ന് വിളിക്കുന്നു. ഇദ്ദേഹത്തിന് കുറച്ച് ഭഗവാന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ഇതുകൊണ്ട് പറയുന്നു. ഇത് കാലനെ പോലെ തപ്തശിലയിൽ വറുത്ത് തിന്നുന്നില്ല. എന്നാൽ ഇത് പരബ്രഹ്മത്തിന്റെ ലോകത്തിലും പ്രാണികളെ പരിശ്രമിച്ച് കർമ്മത്തിൽ മുഴുക്കി ഫലപ്രാപ്തി നേടുന്നു. അതുകൊണ്ട് എല്ലാ പ്രാണികളുടെയും ശരീരത്തെ വികസിപ്പിക്കുന്നു. ജനന മരണ സമയം കാലൻ ക്ഷരപുരുഷനേക്കാൾ അധികമാണ്. എങ്കിലും ഉത്പത്തിയും പ്രളയവും 84 ലക്ഷം യോനികളിൽ കഷ്ടപ്പെടുന്നു. അതായത് 84 ലക്ഷം യോനികളിൽ ജനന മരണ കഷ്ടതകൾ അനുഭവിക്കുന്നു. ഋഗ്വേദം മണ്ഡൽ 10 സൂക്തം 90 മന്ത്രം 3. ഏതാവാനസ്യ മഹിമാതോ ജായാശ്ച പുരുഷ പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. വിവർത്തനം: അസ്യ ഈ അക്ഷരപുരുഷൻ അതായത് പരബ്രഹ്മത്തിന്റെ യഥാവാൻ ഇത്രമാത്രം മഹിമ പ്രഭുത്വം ഉണ്ട്. ച പുരുഷ ആ പരമ അക്ഷരബ്രം അതായത് പൂർണ്ണബ്രം പരമേശ്വർ അത ഇതിനേക്കാൾ ജ്വായാൻ വലുതാണ്. വിശ്വ സമസ്ത ഭൂതാനി ക്ഷരപുരുഷനും അക്ഷരപുരുഷനും ഇവരുടെ ലോകത്തിലും സത്യലോകത്തിലും ഈ ലോകങ്ങളിൽ എത്രമാത്രം പ്രാണികളുണ്ടോ അസ്യ ഈ പൂർണ്ണ പരമാത്മാവ് പരം അക്ഷരപുരുഷന്റെ പാത ഒരു കാലാകുന്നു, അതായത് ഒരംശം മാത്രമാകുന്നു. അസ്യ ഈ പരമേശ്വരന്റെ 3 ദിവി ദിവ്യലോകം പോലെ സത്യലോകം, അലകലോകം, അഗമലോകം, അമൃതം, അവിനാശി, പാദ് രണ്ടാമത്തെ കാലനാണ്. അതായത് ഏതെല്ലാമാണോ സർവ ബ്രഹ്മാണ്ടങ്ങളിലും ഉൽപ്പന്നമായിട്ടുള്ളത് ആ സത്യപുരുഷ പൂർണ്ണ പരമാത്മാവിന്റെ അംശം അംഗം മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 52, സൃഷ്ടിരചന. ഭാവാർത്ഥം: ഈ മുകളിൽ പറഞ്ഞ മന്ത്രം 2 വർണ്ണിച്ചിരിക്കുന്ന അക്ഷരപുരുഷൻ പരമ അക്ഷരബ്രം ഇത്രത്തോളം മഹിമയുണ്ട്. അത് പൂർണ്ണ പുരുഷ കവിർദേവ് ഇതിനേക്കാൾ വലുതാണ്, അതായത് സർവശക്തിമാനാകുന്നു. സർവ ബ്രഹ്മാണ്ടങ്ങളും അദ്ദേഹത്തിന്റെ അംശമായി വസിക്കുന്നു. ഈ മന്ത്രത്തിൽ 3 ലോകങ്ങളുടെയും വർണ്ണന ഇതുകൊണ്ടാണ് നൽകുന്നത്. എന്തുകൊണ്ടെന്നാൽ 4ാമത്തെ അനാമി ലോകം, അനാമയ ലോകം മറ്റു സൃഷ്ടികളാൽ ആദ്യമേയുണ്ട്. ഈ 3 പ്രഭുക്കളും ദേവതമാരും ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ ഇതു രണ്ടും കൂടാതെ മറ്റൊരു പരമ അക്ഷരപുരുഷന്റെ വിവരണം കൂടി ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 15 ശ്ലോകം 16, 17 ഇതിന് തെളിവ് ആദരണീയനായ ഗരീബ് ദാസ് സാഹബ് പറയുന്നു. गरीब जाके अर्ध रूम पर सकल पसारा, ऐसा पूर्ण भ्रम हमारा. गरीब अनंत कोटि ब्रह्मांड का एक रति नहीं भार. सतगुरु पुरुष कबीर हैं कुल के सृजनहार. ഇതിന് തെളിവായി ആദരണീയ ദാദു സാഹബ് പറയുന്നു. ജിൻ മോको निज नाम दिया सोई सतगुरु हमार. दादू दूसरा कोई नहीं കബീർ സൃജൻഹാർ. ഇതിന് തെളിവായി ആദരണീയ നാനക് സാഹബ് നൽകുന്നു. യ കർസ് ഗുഫ്തം പേഷ് തോ ദർ കൂൻ കർത്താർ ഹക്ക കബീർ കരീം തു ബേ പരവ്രതികാർ. ശ്രീ ഗുരു ഗ്രന്ഥ സാഹബ്, പേജ് നമ്പർ 721, മഹല 1, രാഗതിലക്. കോൻ കർദാറിന്റെ അർത്ഥം സർവത്തിന്റെയും രചനാകാരൻ, സർവസൃഷ്ടി നടത്തുന്നയാൾ, അതായത് ശബ്ദശക്തി കൊണ്ട് സൃഷ്ടി നടത്തുന്ന ശബ്ദസ്വരൂപിയായ പ്രഭു. ഹക്ക കബീറിന്റെ അർത്ഥമാണ് സത് കബീർ. കരീമിന്റെ അർത്ഥം ദയാലു. പർവർദിഗാറിന്റെ അർത്ഥം പരമാത്മ എന്നാകുന്നു. ഋഗ്വേദം മണ്ഡല 10 സൂക്തം 90 മന്ത്രം 4. ത്രിപാദൂർധ്വ ഉദയത് പുരുഷ പാദോസ്യഹ വത്പുന തതോ വിശ്വം വ്യക്രാമത് സാഷ്നാഞ്ജനെ അഭി. വിവർത്തനം: പുരുഷ ഈ പരമ അക്ഷരബ്രം അതായത് അവിനാശി പരമാത്മാ ഊർധ്വ മുകളിൽ, 3 ലോകം, അലകലോകം, അഗമലോകം, പാതി കാല് അതായത് മുകൾ ഭാഗത്തിൽ, ഉദേത പ്രകടമാകുന്നു അതായത് സ്ഥിതി ചെയ്യുന്നു. അസ്യ ഈ പരമേശ്വർ പൂർണ്ണ ബ്രഹ്മിന്റെ പാത ഒരു കാല് അതായത് ഒരു ഭാഗം ജഗത് രൂപത്തിൽ, പുനർ പിന്നീട്, ഇഹ ഇവിടെ, അഭവത് പ്രകടമാകുന്നു, തഥാ സ അതുകൊണ്ട്, സ ആ അവിനാശി പൂർണ്ണ പരമാത്മാ അശനാശനെ തിന്നുന്ന കാല അതായത് ക്ഷരപുരുഷനും ഭക്ഷിക്കാത്ത പരബ്രം അക്ഷരപുരുഷന്റെയും കൂടി
അഭി മുകളിൽ, വിശ്വങ്ക സർവത്ര, വൃക്രാമത് വ്യാപിച്ചിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ മഹത്വം സർവ ബ്രഹ്മാണ്ടങ്ങളിലും സർവദേവന്മാരിലും ഉണ്ട്. അവൻ കുലത്തിന്റെ യജമാനനാകുന്നു. അദ്ദേഹം തന്റെ ശക്തിയെ എല്ലാവരിലും വ്യാപിപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 53, സൃഷ്ടിരചന. ഭാവാർത്ഥം: ഈ സർവസൃഷ്ടികർത്താവായ പ്രഭു തന്റെ സൃഷ്ടിക്ക് മുകളിലുള്ള ഭാഗത്ത് 3 സ്ഥലങ്ങളിലും, സത്ലോകം, അലകലോകം, അഗമലോകം, 3 വിധത്തിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. അതായത് സ്വയം വസിക്കുന്നു. ഇവിടെ അനാമി ലോകത്തിന്റെ വർണ്ണന ചെയ്യാത്തത് അനാമി ലോകത്തിൽ ഒരു സൃഷ്ടിയും ഇല്ല. അതുകൊണ്ടാണ് അകഹലോകം മറ്റു സൃഷ്ടികൾക്ക്, അതായത് അനാമയ ലോകം മറ്റു സൃഷ്ടികൾക്ക് മുൻപുള്ളതാണ്. പിന്നെ പറയുന്നു, ആ പരമാത്മാവിന്റെ സത്യലോകത്ത് നിന്നും വേർപെട്ട് താഴെ ബ്രഹ്മിന്റെയും പരബ്രഹ്മിന്റെയും ലോകമുണ്ടാകുന്നു. പൂർണ്ണ പരമാത്മ ഭക്ഷിക്കുന്ന അതായത് കാലന്റെ ഭക്ഷിക്കാത്ത പരബ്രഹ്മിന്റെ മുകളിൽ കൂടി വ്യാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അതായത് കാലൻ വിരാട ശാപത്താൽ 1,00,000 മനുഷ്യ ശരീരധാരികളായ പ്രാണികളെ ഭക്ഷിക്കുന്നു. എന്നാൽ പരബ്രം പ്രാണികളെ ഭക്ഷിക്കുന്നില്ല. ജനനവും മരണവും കർമ്മഫലം എങ്ങനെയോ അങ്ങനെയായി തുടരുന്നു. അതായത് ഈ പൂർണ്ണ പരമാത്മാവിന്റെ മഹത്വം എല്ലാത്തിലും മുകളിലാണ്. കബീർ പരമേശ്വരന്റെ കുലത്തിന്റെ വംശത്തിന്റെ യജമാനനാകുന്നു. അദ്ദേഹം തന്റെ ശക്തി എല്ലാത്തിന്റെയും മുകളിൽ വ്യാപിപ്പിച്ചിരിക്കുന്നു. അതായത് സൂര്യപ്രകാശം എല്ലാ വസ്തുക്കളിലും വ്യാപിച്ച് അതിന്റെ പ്രഭാവം, അതായത് അതിന്റെ കഴിവ് പരത്തുന്നത് പോലെ, അങ്ങനെ പൂർണ്ണ പരമാത്മാവ് തന്റെ ശക്തിരൂപിയാകുന്ന കഴിവുകൊണ്ട് സർവബ്രഹ്മാണ്ടങ്ങളെയും നിയന്ത്രിച്ചു വയ്ക്കുന്നതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. എങ്ങനെയാണോ മൊബൈൽ ഫോണിന്റെ ടവർ ഒരു ദേശത്തിന്റെ ആണെങ്കിലും തന്റെ ശക്തി കൊണ്ട് ഫോണിന്റെ റേഞ്ച്, അതായത് കഴിവ് 4 ഭാഗത്തും വ്യാപിക്കുന്നത് പോലെ, ഇപ്രകാരം പൂർണ്ണപ്രഭു തന്റെ നിരാകാര ശക്തി എല്ലായിടത്തും വ്യാപിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണ പരമാത്മാവ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും ഒരു സ്ഥലത്തിരുന്ന് നിയന്ത്രിക്കുന്നു. ഇതിന് തെളിവ് ആദരണീയനായ ഗരീബ് ദാസ് ജി മഹാരാജ് നൽകുന്നുണ്ട്. അമൃതവാണി രാഗ കല്യാൺ: 3 ചരൺ ചിന്താമണി സാഹിബ് ശേഷ് ബദൻ പർ ഛായേ, മാതാ പിതാ കുൽ ന ബന്ധു നാ കിനഹെ ജന്നി ജായേ. ഋഗ്വേദം മണ്ഡൽ 10, സൂക്തം 90, മന്ത്രം 5. തസ്മാദ് വിരാജായത് വിരാജോ അധി പുരുഷ സ ജാതോ അത്യരച്ചത് പശ്ചാത് ഭൂമിം ധോപുര. വിവരണം: തസ്മാത് അതിനുശേഷം ആ പരമേശ്വരൻ സത്യപുരുഷന്റെ ശബ്ദശക്തി കൊണ്ട് വിരാട അതായത് ബ്രഹ്മ അതിനെ ക്ഷരപുരുഷകാലൻ എന്നും വിളിക്കുന്നു. അജായത് ഉൽപ്പത്തി ഉണ്ടായി. പശ്ചാത് ഇതിനുശേഷം വിരാട പുരുഷ അതായത് കാലഭഗവാനേക്കാൾ അതി വലിയ പുരുഷ പരമേശ്വരൻ, ഭൂമിയാകുന്ന ലോകം, കാലബ്രഹ്മിന്റെയും പരബ്രഹ്മിന്റെയും ലോകം. അന്യരിച്യത് നന്നായി സൃഷ്ടിച്ചു. അധ പിന്നീട്, പുര മറ്റ് ചെറിയ ചെറിയ ലോകം, സ ആ പൂർണ്ണ പരമേശ്വരൻ തന്നെ, ജാത ഉണ്ടാക്കിയത് അതായത് സ്ഥാപിച്ചത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 54, സൃഷ്ടിരചന. ഭാവാർത്ഥം: മുകളിൽ ഉദ്ധരിച്ച മന്ത്രം 4 വർണ്ണിച്ച 3 ലോകങ്ങൾ, അതായത് അഗമലോകം, അലകലോകം, സത്ലോകം, ഇവയുടെ സൃഷ്ടിക്ക് ശേഷം പൂർണ്ണ പരമാത്മാവ് ജ്യോതി നിരഞ്ജൻ ബ്രഹ്മിന്റെ ഉൽപ്പത്തി നടത്തി. അതായത് ആ സർവശക്തിമാനായ പരമാത്മാവ് പൂർണ്ണ കബീർ പ്രഭുവിനെ കൊണ്ട് വിരാട് അതായത് ബ്രഹ്മന്റെ കാലന്റെ ഉൽപ്പത്തി നടത്തി, സൃഷ്ടി നടത്തി. ഇതിന് തെളിവ് ഗീത അധ്യായം 3 മന്ത്രം 15 എന്തെന്നാൽ പരമ അക്ഷര അതായത് അവിനാശിയായ പ്രഭുവിൽ നിന്ന് ബ്രഹ്മുണ്ടായി. ഇതിന് തെളിവ് അഥർവവേദം കാണ്ഡം 4 അനുവാകം 4 സൂക്തം 3 പൂർണ്ണ ബ്രഹ്മിൽ നിന്ന് ബ്രഹ്മുണ്ടായി. ആ പൂർണ്ണ ഭൂമി മുതലായ ചെറുതും വലുതുമായ സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു. ആ പൂർണ്ണ ഈ വിരാട് ഭഗവാൻ അതായത് ബ്രഹ്മിനേക്കാൾ വലുതാകുന്നു, അതായത് ഇദ്ദേഹത്തിന്റെ യജമാനനാകുന്നു. ഋഗ്വേദം മണ്ഡൽ 10 സൂക്തം 90 മന്ത്രം 15. സപ്താസ്യാസൻ പരിധ്യസ്ത്ര സപ്ത സമിധ കൃതാന ദേവ യജ്ഞൻ തൻവാന അബധ്നൻ പുരുഷം പശും. വിവർത്തനം:
സപ്ത 7 സംഘ് ബ്രഹ്മാണ്ടങ്ങൾ പരബ്രഹ്മിന്റെയും, ത്രിസപ്ത 21 ബ്രഹ്മാണ്ടങ്ങൾ കാലബ്രഹ്മിന്റെയും, സമിത കർമ്മദണ്ഡമായ കർമ്മഫലമനുസരിച്ച് ദുഃഖമാകുന്ന തീയാൽ ദുഃഖി കൃതാപിക്കുന്നതും, പരിധയ ഗോളാകരമായി ചുറ്റപ്പെട്ട അതിർത്തിയിൽ ആസൻ ഇരിക്കുന്നു. യത് ഏതൊന്ന് പുരുഷം പൂർണ്ണ പരമാത്മാവിന്റെ, യജ്ഞം നിയമാനുസൃതമായ ധാർമ്മിക കർമ്മം, അതായത് പൂജ ചെയ്യുന്നു. പശുപം ബലിയുടെ മൃഗരൂപിയായ കാലവലയത്തിൽ കർമ്മബന്ധനങ്ങളിൽ ബന്ധിച്ച് ദേവ ഭക്താത്മാക്കളെ തന്വാന കാലൻ മുഖാന്തരം സൃഷ്ടിച്ച, അതായത് വ്യാപിപ്പിച്ച പാപകർമ്മ ബന്ധന വലയിൽ അബന്ധൻ ബന്ധിപ്പിച്ചിടുന്നു, അതായത് ബന്ധിക്കേണ്ടവനിൽ നിന്ന് ബന്ധവിമുക്തനാക്കുന്നു. ഭാവാർത്ഥം: സാത് അതായത് 7 സംഘ് ബ്രഹ്മാണ്ടം പരബ്രഹ്മിന്റെയും 21 ബ്രഹ്മാണ്ടങ്ങൾ ബ്രഹ്മിന്റെയും ആകുന്നു. അതിനെ ഗോളാകാര അതിർത്തിയാൽ ബന്ധിപ്പിച്ച് പാപകർമ്മങ്ങൾ ഉണ്ടാകുന്ന തീയിൽ എരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാണികൾക്ക് പരമാത്മാവിന്റെ യഥാർത്ഥ പൂജാവിധികൾ പറഞ്ഞുകൊടുത്ത് യഥാർത്ഥ പൂജകൾ നടത്തുന്നു. അതിനാൽ ബലി നൽകുന്ന മൃഗത്തെ പോലെ ജനന മരണമാകുന്ന കാലന്, അതായത് ബ്രഹ്മിന് ഭക്ഷിക്കാനായി തപ്തശിലയിലെ കഷ്ടതകളാൽ പീഡിതരായി ഭക്താത്മാക്കൾ കാലന്റെ കർമ്മബന്ധനങ്ങളാകുന്ന വലയിൽ കുരുങ്ങി അതിനെ മുറിച്ച് ബന്ധന വിമുക്തരായി മാറ്റുന്നു, അതായത് ബന്ധിപ്പിക്കേണ്ടവൻ ഉപേക്ഷിക്കുന്നു. ഇതിന് തെളിവ് പവിത്ര യജുർവേദം അധ്യായം 5 മന്ത്രം 32 ഉണ്ട്. കവിരം ദാരിസി കവിർ കബീർ പരമേശ്വർ, അന്ത പാപത്തിന്റെ, അരി ശത്രു, അസി ആകുന്നു, അതായത് പാപവിനാശകൻ കബീർ ആകുന്നു. ബംബാരിസി ബംബാരി ബന്ധനത്തിന്റെ ശത്രു, അതായത് ബന്ദിച്ചോൺ, കബീർ പരമേശ്വർ അസി ആകുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 55, സൃഷ്ടിരചന. ഋഗ്വേദം മണ്ഡൽ 10 സൂക്തം 90 മന്ത്രം 16. യജ്ഞേൻ യജ്ഞമേജന്ത് ദേവാസ്താനി ധർമാണി പ്രഥമാന്യാസൻ തേഹ നാകൻ മഹിമാന സചന്ത് യത്ര പൂർവേ സാധ്യാഹ സന്തി ദേവാഹ. വിവർത്തനം: ജോ ദേവ, നിർവികാരനായ ദേവസ്വരൂപൻ ഭക്താത്മാക്കളെ അയജ്ഞം പൂർണ്ണമല്ലാത്ത തെറ്റായ ധാർമ്മിക പൂജകളാൽ യജ്ഞേന യഥാർത്ഥ ഭക്തി ധാർമ്മിക കർമ്മമനുസരിച്ച് അയജ്ഞ പൂജ ചെയ്യുന്നു. താനി അവ ധർമാണി ധാർമ്മികമായ ശക്തി സമ്പാദിച്ച് പ്രഥമാനി പ്രധാനി, അതായത് ഉത്തമനാകുന്നു, ആസൻ ആകുന്നു, നേഹ അവരാണ് വാസ്തവത്തിൽ, മഹിമാന മഹാൻ ഭക്തി ശക്തിയായി, സാധ്യ സഫല ഭക്തജന, നാഗം പൂർണ്ണ സുഖദായക് പരമേശ്വരന്റെ, സജന്ത ഭക്തി നിമിത്തം കാരണം, അതായത് യഥാർത്ഥ ഭക്തി സമ്പാദിക്കുന്നു, അവൻ അവിടെ പോകുന്നു. യത്ര എവിടെയാണോ, പൂർവ ആദ്യ സൃഷ്ടി, ദേവ പാപരഹിത ദേവസ്വരൂപ ഭക്താത്മാക്കൾ സന്ധി വസിക്കുന്നുവോ അവിടെ. ഭാവാർത്ഥം: നിർവികാര ആരാണോ മാംസാഹാരം, മദ്യം, പുകയില എന്നീ ലഹരി പദാർത്ഥങ്ങളും മറ്റു ദുർപ്രവൃത്തികളും ഉപേക്ഷിച്ചുവോ, ദേവസ്വരൂപരായ ഭക്താത്മാക്കൾ ശാസ്ത്ര നിയമപ്രകാരമുള്ളതല്ലാത്ത പൂജകൾ ഉപേക്ഷിച്ചിട്ട് ശാസ്ത്രാടിസ്ഥാനത്തിലുള്ള പൂജകൾ ചെയ്യുന്നുവോ, അവർ തങ്ങളുടെ ഭക്തിയുടെ സമ്പാദ്യം കൊണ്ട് ധനവാന്മാരായി കാലഹൃണത്തിൽ നിന്നും മോചിതരായിത്തീരുന്നു. സത്യമായ ഭക്തിയുടെ സമ്പാദ്യം കാരണം ആ സർവസുഖങ്ങളും പ്രദാനം ചെയ്യുന്ന പരമാത്മാവിനെ പ്രാപിക്കുന്നു, അതായത് സത്യലോകത്തിൽ എത്തിച്ചേരുന്നു. എവിടെയാണോ സർവപ്രഥമമായി സൃഷ്ടികർമ്മം നടത്തിയ ദേവസ്വരൂപൻ, അതായത് പാപമുക്ത ഹംസ ആത്മാക്കൾ വസിക്കുന്നുവോ, അവിടെ ചില ആത്മാക്കൾ കാലവലയത്തിൽ, അതായത് ബ്രഹ്മവലയത്തിൽ കുരുങ്ങി ഇവിടെ വരുന്നു. കുറച്ച് പരബ്രഹ്മിന്റെ കൂടെ 7 സംഘ് ബ്രഹ്മാണ്ടത്തിൽ പോകുന്നു. എന്നിട്ടും എണ്ണമറ്റ ആത്മാക്കൾ അവരുടെ വിശ്വാസപൂർണമായ പരമാത്മാവിൽ ഉറച്ചിരിക്കുന്നു. ആരാണോ പാതിവൃത്യം നഷ്ടപ്പെടുത്താത്തത്, അവർ അവിടെ തന്നെ ഇന്നും വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആ വർണ്ണന പവിത്ര വേദങ്ങളിലും സത്യമായി പറയുന്നു. ഇതിന് തെളിവ് ഗീതാ അധ്യായം 8 ശ്ലോകം 8 മുതൽ 10 വരെ വർണ്ണിച്ചിട്ടുണ്ട്. ഏതൊരു ഭക്തനാണോ പൂർണ്ണ പരമാത്മാവിനെ ശാസ്ത്രവിധിക്കനുസരിച്ച് യഥാർത്ഥ ഭക്തിയോടെ പൂജ ചെയ്യുന്നുവോ, അയാൾ ഭക്തി സമ്പാദ്യത്തിന്റെ ശക്തി ആ പൂർണ്ണ പരമാത്മാവിനെ പ്രാപിക്കുന്നു, അതായത് അയാളുടെ അടുക്കൽ എത്തിച്ചേരുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്നു 3 ദേവന്മാരുണ്ട്: ബ്രഹ്ം, പരബ്രഹ്ം, പൂർണ്ണബ്രഹ്ം. ഇവർക്ക്
1 ബ്രം ഈശ് അക്ഷര പുരുഷ, 2 പരബ്രം അക്ഷര പുരുഷ അക്ഷര ബ്രം ഈശ്വർ, 3 പൂർണ്ണബ്രം പരമ അക്ഷര ബ്രം പരമേശ്വർ സത്പുരുഷ എന്നിങ്ങനെ പര്യായവാചി ശബ്ദങ്ങളാൽ അറിയപ്പെടുന്നു. ഇതിന് തെളിവ് ഋഗ്വേദ മണ്ഡൽ 9 സൂക്തം 96 മന്ത്രം 17 മുതൽ 20 വരെ സ്പഷ്ടമാണ്. പൂർണ്ണ പരമാത്മാവ് കബീർദേവ്, അതായത് കബീർ പരമേശ്വർ ശിശുരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. തന്റെ പരിശുദ്ധമായ അറിവ്, അതായത് തത്വജ്ഞാനം കബീർ ഗീർബി കബീർ വാണിയിൽ കൂടി തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്ത് വർണ്ണിക്കുന്നു. ആ കബീർദേവ്, അതായത് കബീർ പരമേശ്വരൻ ബ്രം ക്ഷരപുരുഷന്റെ ഇരിപ്പിടവും പരബ്രം അക്ഷരപുരുഷന്റെ ഇരിപ്പിടത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പൂർണ്ണ ബ്രഹ്മിന്റെ പരമ അക്ഷര പുരുഷന്റെ മൂന്നാമത്തെ ഹൃദധാമ സത്ലോകമാകുന്നു. അതിൽ രൂപത്തിൽ, അതായത് ആകാരത്തിൽ വസിക്കുന്നു. സത്ലോകത്ത് നിന്ന് നാലാമത്തേത് അനാമി ലോകമാണ്. അവിടെയും ഈ കബീർദേവ കബീർ പരമേശ്വർ അനാമി പുരുഷ രൂപത്തിൽ മനുഷ്യരൂപത്തിൽ വസിക്കുന്നു.